ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം രാവിലെ 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുകളിൽ പോയിട്ട് ചെറിയ പൂച്ചക്കുട്ടികളെയൊക്കെ തുറന്നു വിട്ടു. പിന്നെ 3-4 പേര് വലിയ ആൾക്കാരൊക്കെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർ രാത്രി ഇങ്ങനെ പുറത്തും കാറിൻ്റെ മുകളിലും സൺസൈഡിലൊക്കെ ആയിട്ടാണ് ഉറങ്ങുക. ബൊമ്മിക്കുട്ടിയും പിന്നെ നമ്മുടെ വെയ്യാത്ത ഉണ്ണിപ്പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, അവളും വർക്ക് ഏരിയയിൽ കിടക്കും. വാഷിംഗ് മെഷീൻ്റെ മുകളിലും അങ്ങനെയായിട്ട് അവൾ അവിടെ കിടക്കും. അപ്പം എല്ലാവരും ഇതാ ക്യാറ്റ് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം രാവിലെ എപ്പം ഞാൻ എണീറ്റ് വന്നു അപ്പോൾ ക്യാറ്റ് ഫുഡ് എന്നുള്ളതാണ് ഇവരുടെ ഒരു ചട്ടം കേട്ടോ. അത് കൊടുക്കാതെ എനിക്ക് അവിടെ നിന്ന് അനങ്ങാനേ പറ്റില്ല. അപ്പം ഞാൻ വാതിൽ തുറക്കുമ്പോൾ തന്നെ ക്യാറ്റ് ഫുഡിൻ്റെ പാത്രം എടുത്തിട്ടാണ് വരിക. അതിന് മുകളിൽ പോയിട്ട് പൂച്ചക്കുട്ടികളെയൊക്കെ തുറന്നു വിട്ടു, അവർക്കും കൊടുത്തു. അപ്പം ഇതിലെല്ലാവരും ഇല്ല കേട്ടോ, കുറച്ച് പേരൊക്കെ. ബൊമ്മി എന്താണെന്നറിയില്ല, രാവിലെ തൊട്ട് എൻ്റെ അടുത്ത് തെറ്റലാണ്. അപ്പം എന്താ കാര്യം എന്നറിയില്ല. ബൊമ്മി ക്യാറ്റ് ഫുഡ് കഴിക്കാനും വന്നില്ല, അന്ന് പാല് കുടിക്കാനും ഒന്നും വന്നില്ല കേട്ടോ. അവൾ പിണങ്ങിയിട്ട് അപ്പുറത്ത് പോയിട്ട് ഇരിക്കുന്നുണ്ട്. എത്ര വിളിച്ചിട്ടും വരണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 മണിക്ക് എങ്ങടെയും പോകണം വെച്ചാൽ നേരത്തെ എണീക്കില്ലോ, അപ്പോഴും ഞാൻ അവർക്ക് ക്യാറ്റ് ഫുഡ് കൊടുക്കണം. ഞാൻ എപ്പോൾ രാവിലെ പുറത്ത് വന്നോ അപ്പം ക്യാറ്റ് ഫുഡ് കഴിക്കുക, എന്നാലേ പിന്നെ അവർ അവിടുന്ന് അനങ്ങുള്ളൂ കേട്ടോ. അപ്പം ഇതാ ഞാൻ രാവിലെ പാലിന് പോവാണ്. അപ്പം രാവിലെ ഇവർ ക്യാറ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും പോവില്ല, പാലിന് ഒപ്പം വരാൻ വേണ്ടിയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം കേട്ടോ ചെറിയ കുട്ടികൾ വരുള്ളൂ. അപ്പോഴേക്കും ഞാൻ ക്യാറ്റ് ഫുഡിൻ്റെ പാത്രം കുലിക്കാൻ പറയുമ്പോൾ അവർ തിരിച്ച് ഓടിപ്പോവും. എന്താ വെച്ചാൽ രാവിലെ നായ എന്തെങ്കിലും പിടിച്ചാലോ. വണ്ടികളൊന്നും അങ്ങനെ രാവിലെ നേരത്തെ ഉണ്ടാവില്ല. അപ്പോൾ ആ വരുന്ന കുട്ടികളുടെ ഒപ്പം ഒരു നായുണ്ട് കേട്ടോ, അതിനെ കണ്ട് പേടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നായക്കാണെങ്കിൽ പൂച്ചക്കുട്ടികളെയും പേടി, പൂച്ചക്കുട്ടികൾക്കാണെങ്കിൽ നായയും പേടി കേട്ടോ. അതൊരു പാവ നായയാണ്. അപ്പം ഞാൻ പോയിട്ട് പാലൊക്കെ ഇതാ വാങ്ങിയിട്ട് വന്നു. അപ്പം ഇനി ഇത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ക്യാറ്റ് ഫുഡും പാലും ഇവർക്ക് നിർബന്ധമാണ്. അത് കുടിച്ചു കഴിഞ്ഞാലാണ് ഇവർ കളിക്കാനൊക്കെ തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പാല് കൊടുക്കുന്നത് നല്ലതല്ല, പൂച്ചകൾക്ക് പാല് കൊടുക്കണം. അങ്ങനെ കൊടുക്കാത്തവരുണ്ടെങ്കിൽ കൊടുക്കണ്ട കേട്ടോ. പക്ഷെ ഇത് ഇവർക്ക് ശീലമായി പോയി, ഇത് നിർത്താനേ പറ്റില്ല. പിന്നെ വേനൽക്കാലമൊക്കെ അല്ലേ, ഭയങ്കര ചൂടൊക്കെ ആകുമ്പോൾ ഇത്തിരി തണുപ്പാവട്ടെ എന്നും കൂടി കരുതിയിട്ടാണ് കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ അല്ലേ. അപ്പം ഞാനൊരു അരക്കപ്പ് പാലിൽ അരക്കപ്പോളം വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ, ചൂടുവെള്ളം കൂടി ചേർത്തിട്ടാണ് കൊടുക്കണത് കേട്ടോ. അതുകൊണ്ട് ഇവർക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല, അങ്ങനെ വയറിന് പ്രശ്നമൊന്നും വരാറില്ല. പിന്നെ ഇവരെങ്ങനെ വെച്ചാൽ അപ്പുറത്തൊക്കെ പോയിട്ട് പുല്ലൊക്കെ ഉണ്ടാവുണ്ടല്ലോ, അങ്ങനെ ആ പുല്ലൊക്കെ പോയി തിന്നും. അപ്പോൾ പുല്ല് തിന്നണ സമയത്ത് ഇവര് വയറിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അവർ അതങ്ങനെ ഛർദ്ദിച്ച് കളയും കേട്ടോ. അതുകൊണ്ട് പൂച്ചക്കുട്ടികൾ പുല്ല് തിന്നു വേണ്ടിയിട്ട് ആരും പേടിക്കൊന്നും വേണ്ട, അത് അവരെ സ്വയം ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണതാണ്. അപ്പൊ ബൊമ്മിക്കുട്ടീനെ ഞാൻ എത്ര വിളിച്ചിട്ടും ബൊമ്മിക്കുട്ടി വന്നില്ല കേട്ടോ. അവൾ എന്തോ എന്നോട് പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ പൂച്ചക്കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഒരു 4-5 കൊല്ലമായിട്ട് ഒരു പൂച്ച ഇവിടെ വരും കേട്ടോ, കുഞ്ഞപ്പൻ. അവന് ഞങ്ങൾ കുഞ്ഞപ്പൻ എന്നാണ് കേട്ടോ വിളിക്കുക. അപ്പം അതാ അവന് കുറച്ച് പാല് കൊടുത്തു, അവ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം അതാ നമുക്ക് 2 കൂടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കൂടുണ്ട്, അപ്പുറത്തൊരു കൂടുണ്ട്. പക്ഷെ ഞാനിതിലൊന്നും ഇവരെ ഇടാറില്ല. വലിയ പൂച്ചക്കുട്ടികളൊക്കെ എപ്പോഴും സ്വതന്ത്രമായിട്ട് നടക്കുകയാണ് കേട്ടോ. ചെറിയ പൂച്ചക്കുട്ടികളെ മാത്രമാണ് രാത്രി അങ്ങനെ മുകളിൽ റൂമിൽ അടച്ചിടുള്ളൂ. പകലൊക്കെ അവരിങ്ങനെ കളിക്കും. പിന്നെ നട്ടുച്ച നേരത്തെ വെയിലത്ത് എന്ത് ചെയ്യാനാ, അപ്പം ഞാൻ കൊണ്ടുപോയിട്ട് അടച്ചിടും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. അപ്പം അവർ നല്ല ഫ്രീ ആയിട്ട് തന്നെയാണ് നടക്കണത്. അപ്പൊ ഇതാ ബൊമ്മിക്കുട്ടി മുരിങ്ങ മരത്തിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. എന്താന്നറിയില്ല, ബൊമ്മിക്കുട്ടിക്ക് ഇന്നിതാ മുരിങ്ങ മരത്തിലൊക്കെ കയറി. അപ്പൊ ഇറങ്ങണതും കാത്തിട്ട് കുട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. താഴെ ഇറങ്ങി ഇതവളെ പിടിച്ചു. അപ്പൊ നമ്മള് വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾ, ഈ പൂച്ചക്കുട്ടികൾ എപ്പോഴും ഇങ്ങനെ പോക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പൊ ഇതാ വിളക്കൊക്കെ വെച്ചു, കുളി കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു. നമ്മൾ ശർക്കര ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. അപ്പൊ എനിക്ക് മാത്രമായിട്ട് കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവർക്ക് കുട്ടികൾക്കൊക്കെ ദോശയാണ് ഇഷ്ടം. അപ്പം നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ചമ്പിപ്പൂച്ചയുണ്ട് കേട്ടോ. അങ്ങനെ ട്രാൻസ്ഫോമിൽ കയറിയിട്ട് ഷോക്ക് അടിച്ചിട്ട് വാലൊക്കെ പോയി എന്ന് പറഞ്ഞില്ലേ. അപ്പം അവൾക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും രാവിലെ ദോശ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അവൾ ഇങ്ങനെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് പോട്ടോ. അവൾ ഒരു ദോശയൊക്കെ കഴിക്കും, അവളുടെ 1-2 കുട്ടികളും കഴിക്കട്ടോ. എല്ലാ പൂച്ചക്കുട്ടികളും കഴിക്കില്ല. അപ്പോൾ അവൾക്കൊരു ദോശ കൊടുക്കട്ടെ കേട്ടോ. കണ്ടില്ലേ, ഓടി വന്നു. അപ്പോൾ അവൾ ക്യാറ്റ് ഫുഡ് കഴിച്ചു, പാല് കഴിച്ചു, പിന്നെ മുറുക്ക് കഴിക്കും. ഈ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇവർ കഴിക്കട്ടോ, അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ദോശ പൊട്ടിച്ചെടുത്തു. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല ദോശ, എനിക്ക് ദോശ വേണ്ട പറയണം കേട്ടോ. അപ്പോൾ അവിടെ നായ കിടക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ആളിവിടെ ഹാജരാണ്. അപ്പോൾ ഒരു 6 മാസമായിട്ട്, 6 മാസത്തിലും കൂടുതലായിട്ട് ഈ നായ ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടിയാകുമ്പോൾ അത് ഇവിടെ വന്നതാണ്. എന്താ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ആൾ ഉഷാറായിരിക്കുകയാണ്. അപ്പോൾ ഇതാ
ബാബുവേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വണ്ടിയും കൊണ്ട് പോവാണ്. വണ്ടി ഇന്നലെ ടെസ്റ്റൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. ഇനി എന്തൊക്കെയോ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ പൂച്ചക്കുട്ടികൾ പാലൊക്കെ കുടിച്ച് കാറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഓരോ കളിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വണ്ടിയുടെ സീറ്റും കാര്യങ്ങളൊന്നും ഇവർ കേടുവരുത്തില്ല കേട്ടോ. ആൾക്കാർ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയും, ചോദിക്കുകയൊക്കെ ചെയ്യട്ടോ എന്നോട്, നിങ്ങളുടെ വീട്ടിലത്തെ പൂച്ചക്കുട്ടികൾ വണ്ടിയുടെ സീറ്റ് കേടുവരുത്തുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവിടുത്തെ പൂച്ചക്കുട്ടികൾ അതൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചമ്പിക്കുട്ടിയെ പിടിച്ച് കൂട്ടിലിട്ടു. എന്താണെന്നറിയോ, ചമ്പിക്കുട്ടിയുടെ പാല് ഇവർ കുടിച്ചുകൊണ്ടേയിരിക്കും, അതിനൊരു സ്വൈര്യം കൊടുക്കണില്ല. അപ്പം ഞാൻ അവളെ എടുത്ത് കൂട്ടിലിട്ടതാണ്. അപ്പോൾ ബാക്കിയുള്ളവർ അത് കാരണം കൊണ്ട് ഇങ്ങനെ കളിച്ചിട്ട് ഇതാ ഈ തൊടിയൊക്കെ കണ്ടില്ലേ, ഈ തൊടി കൂടെ ഒക്കെ ഇങ്ങനെ അവരിങ്ങനെ കളിച്ച് നടക്കുകയാണ് കേട്ടോ. അതാ നമ്മുടെ ഉണ്ണിപ്പൂച്ച. അപ്പം ഇന്ന് അച്ചുവിൻ്റെ പിറന്നാളാണ് കേട്ടോ. ശരിയാക്കും വേണ്ട വേട്ട, ഞാൻ ആകെ മുഷിൽ നിൽക്കുക കേട്ടോ. അവിടെ കൊടുത്തു കേട്ടു ശരി. അപ്പൊ അമ്മമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ, ബാബേട്ടൻ്റെ അമ്മയില്ല, ബാബേട്ടൻ്റെ അമ്മ മരിച്ചു. കൈകൊണ്ട് കൊടുക്കുവാട്ടാ, അച്ഛ കയ്യിൽ തൊടാൻ മടിച്ചിട്ട് കാട്ടിക്കൂടുന്ന അക്രമങ്ങള്. അമ്മ കൊടുക്ക. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറിയ സദ്യ ഉണ്ടാക്കിട്ടോ, വിളക്കിലൊക്കെ വിളമ്പിയിട്ട് 5 അച്ചും കൂടി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അമ്മയ്ക്ക് താഴെ ഇരിക്കാൻ വയ്യ പറഞ്ഞിട്ട് അമ്മ ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ബാബുവേട്ടനും താഴെ ഇരുന്ന് കഴിക്കുന്നു കേട്ടോ. അപ്പൊ അവര് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. ബാബുവേട്ടൻ പഴവും പപ്പടം കൂടി കുഴച്ചിട്ടാ പായസം കഴിക്കുക. അപ്പൊ അത് കണ്ടിട്ട് കുട്ടികൾ ഇത് എങ്ങനെ കഴിക്കണമെന്ന് നോക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്കിത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഉറക്കം. കാരണം എന്താ വെച്ചാൽ രാവിലെ തൊട്ട് ഞാൻ നല്ല പണിയിലായിരുന്നു കേട്ടോ. എനിക്ക് ഒരു വിശ്രമേ ഉണ്ടായിട്ടില്ല. പൂച്ചക്കുട്ടികളുടെ കാര്യം, വീട്ടിലത്തെ കാര്യം കൂടിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര വിഷമം വരും എനിക്ക്. ചില സമയത്ത് നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും കേട്ടോ. പിന്നെ ഈ സന്തോഷം പൂച്ചക്കുട്ടികളുടെ ഇവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ അപ്പം ഞാനങ്ങനെ ഹാപ്പി ആവും കേട്ടോ. അപ്പം ഇതാ കുറച്ച് കേക്ക് നമുക്ക് അവിടെ നായക്കുട്ടി ഇരിക്കുന്നുണ്ട്, അവന് കൊടുക്കാം കേട്ടോ. അവനല്ല, അവളാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് കൊടുത്തു. പിന്നെ കുറച്ച് പൂച്ചക്കുട്ടികൾക്ക് ഞാനിങ്ങനെ കുറച്ചേ കൊടുത്തുള്ളൂ, കാരണം അത് ചോക്ലേറ്റ് ആണ് കേട്ടോ. പിന്നെ ഒരു സദ്യ വിളമ്പി കൊടുത്തു കേട്ടോ. അപ്പോൾ ചോറും, പക്ഷെ ആ ചോറൊന്നും അത് കഴിച്ചില്ല. അപ്പോൾ ഇത്തിരി നേരം റെസ്റ്റ് എടുത്തു. എന്നിട്ട് ഇന്ന് നമുക്ക് ഒറ്റപ്പാലത്തേക്ക് ഒന്ന് പോകണം. എന്താ വെച്ചാൽ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അച്ഛന് പിറന്നാളായിട്ട് ഡ്രസ്സൊന്നും എടുത്തു കൊടുത്തില്ല. അപ്പോൾ ഒരാൾക്കായിട്ട് എടുക്കാനും പറ്റില്ല, 2 ആളുണ്ടല്ലോ. അപ്പോൾ അടുത്ത മാസം അവളുടെയും പിറന്നാളാണ്. അപ്പം എന്നാൽ 2 പേർക്കും കൂടി എടുക്കാം, റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞു ബാബേട്ടൻ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഒറ്റപ്പാലത്തേക്ക് വന്നതാണ് കേട്ടോ. റോയൽ വെഡ്ഡിങ് സെൻറ്ററിൽ നിന്നാണ് ഏത് കാലത്ത് കുറേ കാലമായിട്ട് ഇവിടെ തന്നെയാണ് തുണി എടുക്കുക, വേറെ എങ്ങോട്ടും പോകാറില്ല കേട്ടോ. നമ്മൾ തൃശ്ശൂർ അവിടെ ഇവിടെയൊക്കെ പോയാലും നമുക്ക് നമ്മുടെ ഒറ്റപ്പാലം തന്നെയാണ് നല്ലത്. അപ്പോൾ 5 ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഡ്രസ്സിങ് റൂമിൽ വന്നിട്ടൊന്ന് ഇട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അവർക്ക് വേണ്ട ഡ്രസ്സൊക്കെ അവർ സെലക്ട് ചെയ്തു. അപ്പോൾ കോളേജിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ജീൻസും ടോപ്പും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ആണല്ലോ ഇപ്പോൾ കംഫർട്ട്, അതാണല്ലോ സുഖമായിട്ട് ഇട്ടിട്ടും പോവാം. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ഇരുന്നു ഒരു ഭാഗത്ത്, അവരെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ബാബുവേട്ടൻ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബാബുവേട്ടന് പിന്നെ എത്ര വെള്ള ഷർട്ട് ഉണ്ടായാലും പാകമാണ്. അപ്പം അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാ കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കണം. അപ്പോൾ എന്തെങ്കിലും വെജിറ്റേറിയൻ കടയിൽ കയറാമെന്ന് പറഞ്ഞു ബാബുവേട്ടൻ. ഇവർക്കൊക്കെ നോൺ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ പിന്നെ വെജല്ലേ കഴിക്കുള്ളൂ. അപ്പം എന്നാൽ മസാല ദോശയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു റോസ്റ്റ്, ബാബുവേട്ടൻ ഒരു മസാല ദോശ. അപ്പം ഞങ്ങളുടെ ഫുഡ് വേഗം വന്നു. ഇവർക്ക് എന്താ ബട്ടൂരെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് വരാൻ ഇത്തിരി ടൈമായിട്ട് ഇപ്പം എൻ്റെ നിന്നൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ.
അപ്പം അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇതാ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇതാണ് നമ്മുടെ വെയ്യാത്ത ഉണ്ണിപ്പൂച്ചയാണ് കേട്ടോ. അവൾക്ക് ജന്മന ഞരമ്പിന് ഇത്തിരി ഒരു വൈകല്യമുണ്ട്. ജന്മന ആണോ അല്ലേ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ആദ്യം ഇൻഫെക്ഷനാണ് വന്നത് കേട്ടോ. അപ്പോൾ ബാബേട്ട അവളെ എടുത്ത് കൊഞ്ചിക്കുകയാണ്. നല്ല സ്നേഹമൊക്കെയാണ് കേട്ടോ. നമ്മളെ കാര്യം എല്ലാം റെസ്പോണ്ടൊക്കെ ചെയ്യുള്ളൂ. അവൾക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ അവൾക്ക് വയ്യ. അവളെ അത്രയും ശ്രദ്ധിക്കണം. അപ്പോൾ ബാബേട്ട എങ്ങനെയാ വെച്ചാൽ ബാബേട്ടന് മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ബാബുവിൻ്റെ വണ്ടിയിൽ എപ്പോഴും ബിസ്ക്കറ്റും പാക്കറ്റുകളും ഉണ്ടാവും. വഴിയിലൊക്കെ നായക്കുട്ടികളെ നായൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനൊക്കെ കൊടുക്കും. അപ്പോൾ ആളങ്ങനെ നല്ലൊരു സ്നേഹിയാണ് കേട്ടോ. അത് ചെറിയ പട്ടിക്കുട്ടികളൊക്കെ വഴിയിൽ ഉപേക്ഷിച്ച് കണ്ടു കഴിഞ്ഞാൽ ആൾ ഇവിടെ വീട്ടിൽ വന്നിട്ട് ചെറിയ കുട്ടികളെ പോലെ കരയും ചെയ്യും. പാക്കറ്റ് പാലൊക്കെ വാങ്ങി ഫുഡൊക്കെ വാങ്ങിയിട്ടോ നായക്കുട്ടികൾക്കൊക്കെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് തുടർന്ന് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിതം, ഇതൊക്കെയാണ് എനിക്ക് കാണിക്കാനുള്ളതും. അപ്പോൾ താങ്ക് യു കേട്ടോ.